സ്കാം ഉള്ള മാർക്കറ്റാണ്. ഇപ്പോൾ എമിഗ്രേഷൻ്റെ സമയത്ത് അതുപോലെ തന്നെ ഈ സ്റ്റഡി അബ്രോഡ്സ് ഇവരുടെ ഇടയിൽ ഒരുപാട് ഹിഡൻ ട്രാപ്സ് ഉണ്ട്. ഇത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഈ ട്രാപ്സ് നമുക്ക് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ കഴിയും? സോ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം സ്കാമേഴ്സ് ഉള്ളൊരു മാർക്കറ്റാണ് ഇന്നിവിടെ. എല്ലാവരും സ്കാമേഴ്സ് ആണെന്നല്ല, ശരിക്കും നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നവരുടെ പേര് പോലും ഈ ചെറിയ സ്കാം ചെയ്ത് ചെറിയ സ്കാം ഒന്നുമല്ല, വലിയ സ്കാം ചെയ്ത് നടക്കുന്ന ആൾക്കാർ കളയുന്നുണ്ട്. നല്ല രീതിയിൽ ഇമിഗ്രേഷൻ ചെയ്യുന്നവരും നല്ല രീതിയിൽ സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന കുറേയധികം ഏജൻസികളുണ്ട്. നമുക്കറിയാവുന്ന കുറേയധികം ആൾക്കാരുണ്ട്. പക്ഷേ കുറേയധികം സ്കാം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കണ്ടു, അത് ചെറിയ ഒരു കണ്ടന്റുകൾ, ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഇതിന്റെ 10 രൂപ ലാഭത്തിനും 100 രൂപ ലാഭത്തിനും വേണ്ടി പോകുന്നതാണ് മെയിൻ ഒരു പ്രശ്നം. അതാ, പൈസ വെച്ചിട്ടാണ് ആൾക്കാർ കളിക്കുന്നത്. ഒരു ഏജൻസിയിൽ പോയി, ഒരു ജെനുവൻ ആയിട്ട് ഒരു ഏജൻസിയിൽ പോയി അന്വേഷിച്ചു, ഒരു കാര്യത്തിൽ ഒരു സർവീസ് 70,000 രൂപയേ ഉള്ളൂ. അതേ സാധനം സോഷ്യൽ മീഡിയ മാധ്യമത്തിൽ വെറുതെ പരസ്യം കൊടുത്ത്, ചെറിയ ചീപ്പായിട്ട്, ഒരു ഓഫീസ് പോലും ഇല്ല, ചീപ്പായിട്ട് ഇത് പരസ്യം കൊടുത്തിട്ട് അത് ഒരു 30,000 രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. OLXCode പല ഓപ്പർച്യൂണിറ്റീസ്, ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ഇവരുടെ വിസ, ഈ ജോബ് വിസ, ഏറ്റവും കൂടുതൽ തട്ടിപ്പാക്കുന്ന ജോബ് വിസയില, ഇമിഗ്രേഷനിൽ, ഇതിലൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കുറേയധികം സ്കാമേഴ്സ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ പാത്ത്, ഫണ്ടിങ് കറക്റ്റ് ആക്കി തരാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡി ആക്കിക്കോളാം, നിങ്ങൾ ഇത്ര ഇട്ടാൽ മതി, ഞങ്ങൾ എത്ര ഇട്ടോളാം, ഇട്ടോ പൈസ ഇട്ടോ, ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും. സർവീസ് ഓറിയന്റഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ചധികം അല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇന്ന് ഈ മാർക്കറ്റിൽ. ഇപ്പൊ എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് ഞാൻ എന്നോട് സാറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവസാനം എന്നോട് സർവീസ് ചാർജ് എത്രയാണ് ചോദിക്കും. ഞാൻ പറയും സർവീസ് ചാർജ് നമുക്ക് ഇത്രയും സർവീസ് ചാർജ് വരും. നമുക്ക് സർവീസ് ചാർജ് ഇല്ലാതെ ഒരു പ്രോസസ് ചെയ്തില്ല, നമുക്ക് ചെറിയൊരു ചാർജേ ഉള്ളൂ. നമുക്ക് സാറേ അവർ ഇത്രയാ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവർ ഇത്രയാ പറഞ്ഞത്, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. പലരും പല ഇത് പറയും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഒരു സർവീസ് ആണെങ്കിൽ അവിടെ പ്രൈസ് ഒരു മാറ്റമല്ല. അവർക്ക് പോകാൻ പറ്റുമെന്നില്ല. ഒരു 5,000 രൂപ നഷ്ടം വരും, പോട്ടെ, ഒരു 2,000 രൂപ നഷ്ടം വരും. പക്ഷെ ക്വാളിറ്റി, ഹൈ എൻഡ് ക്വാളിറ്റി ആയിരിക്കും. വരുന്ന ക്ലയൻസിനോട് ഞാൻ ഇത്രേ പറയാറുള്ളൂ, നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക. നിങ്ങളുടെ കയ്യിലെ കാര്യങ്ങൾ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇരിക്കുവാണ് ഈ മാർക്കറ്റിലുള്ള എല്ലാ സ്കാമേഴ്സും. മാർക്കറ്റിലുള്ള സ്കാമേഴ്സിന്റെ അടുത്ത് പോയി പെടാതിരിക്കുക. നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. മാക്സിമം നിങ്ങളുടെ മനസ്സിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. സ്കാം ഉള്ള മാർക്കറ്റാണ്.